എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളി മന്ത്രി മുഹമ്മദ് റിയാസ്. LDFന് ഭരണ തുടർച്ചയുണ്ടാകുമെന്നും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ബേപ്പൂരിൽ വലിയ വിജയമുണ്ടാകുമെന്നും മുഹമ്മദ് റിയാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് സാഹചര്യം. അപ്പോൾ 2021 എക്സിറ്റ് പോൾ വന്നു. ബേപ്പൂരിൽ ഞാൻ ഉൾപ്പെടെ പല LDF സ്ഥാനാർത്ഥികൾ തോക്കുന്നെന്ന് LDF എക്സിറ്റ് പോളിൽ പറഞ്ഞിരുന്നു. പക്ഷേ ബേപ്പൂർ മണ്ഡലത്തിൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ബേപ്പൂർ മണ്ഡലമുണ്ടായതിനു ശേഷമുള്ള സർവ്വകാല റെക്കോർഡ് വോട്ട് 82,000 LDFന് ലഭിച്ചു. അപ്പോൾ ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റുന്നത് ഞങ്ങൾ ജനങ്ങളിൽ അർപ്പിച്ച വിശ്വാസം, അത് എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷത്തോടൊപ്പം നിന്നിട്ടുണ്ട്. സരീഷ്, എങ്ങനെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചുള്ള മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം? എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് മുഹമ്മദ് റിയാസ്. മുൻപ് തെറ്റിയതിന് സമാനമായി ഇത്തവണയും ആ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ തെറ്റും. ജനങ്ങളിൽ മാത്രമാണ് വിശ്വാസം. ആ ജനങ്ങൾ LDFനോടൊപ്പം നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4-ാം തീയതി വോട്ടെണ്ണട്ടെ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ 2021 താൻ പരാജയപ്പെടും എന്നുള്ളതായിരുന്നു. പക്ഷേ നേരെ മറിച്ച് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണയും അത് തന്നെ ആവർത്തിക്കപ്പെടും. അതോടൊപ്പം തന്നെ ഈ എക്സിറ്റ് പോളുകളിൽ UDF കോഴിക്കോട് ജില്ലയിൽ വലിയ മുൻതൂക്കം ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും അവർ കണക്ക് കൂട്ടിയത് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഒരു തരത്തിലും ഏകീകരിക്കപ്പെട്ടിട്ടില്ല. കൃത്യമായി അത് LDFിലേക്കും UDFിലേക്കും പോയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലേതുപോലെ അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായതുപോലെ തന്നെ രണ്ട് പാർട്ടികൾക്കും ആ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നോട് ഉൾപ്പെടെ അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിമാർ പരാജയപ്പെടാനുള്ള സാധ്യത എക്സിറ്റ് പോളിൽ കൂടുതലായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മന്ത്രിമാർ ഒന്നും തന്നെ പരാജയപ്പെടില്ല. അത് കൃത്യമായി LDF സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ എല്ലാ മന്ത്രിമാരും ജനപ്രിയരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മന്ത്രിമാർക്കെല്ലാം തന്നെ വിജയമുണ്ടാകും എന്നൊരു ആത്മവിശ്വാസം കൂടി അദ്ദേഹം വച്ചു പുലർത്തുന്നുണ്ട്. എന്തായാലും നിലവിലെ എക്സിറ്റ് പോളുകളെ തള്ളുകയും അതോടൊപ്പം തന്നെ കൃത്യമായ വിജയം LDFനുണ്ടാകും, ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മുഹമ്മദ് റിയാസ് പ്രത്യാശയായി വെച്ചു പുലർത്തുന്നത്. റൈറ്റ്, സരീഷാണ് വിവരങ്ങൾ നൽകിയത്. തുടർ ഭരണമോ ഭരണമാറ്റമോ? കേരളം കാത്തിരിക്കുന്ന വിധി. മെയ് 4 തത്സമയം ന്യൂസ് മലയാളം ഡിജിറ്റലിൽ.